ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള മൈ ഗോൾഡൻ ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു BL സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സംഭവം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വാമ്പയർ സ്റ്റോറിയാണ്. ഒരു ഹീറോ വാമ്പയറാണ്, മറ്റേ ഹീറോ മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ സംഭവങ്ങളും അല്ലാണ്ടുള്ള കുറേ കാര്യങ്ങളും എല്ലാം കൂടി ജോയിൻ ആയിട്ടുള്ള ഒരു വെറൈറ്റി സംഭവമാണ്. എന്തായാലും നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഒരു കാറ് ആക്സിഡൻ്റായി കിടക്കുന്നതാണ്. ആ കാർ ഓടിച്ചിരുന്ന ആളാണെങ്കിൽ മരിച്ചു എന്ന് തോന്നുന്നു. അയാൾ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അയാളുടെ കഴുത്തിൽ നിന്ന് ചോര വരുന്നതും കാണിക്കുന്നുണ്ട്. അതേസമയം അതേ കാറിലുണ്ടായിരുന്ന സ്ത്രീയാണെന്ന് തോന്നുന്നു. അവരുടെ കയ്യിലൊരു കുഞ്ഞിരിപ്പുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ്. എന്നാൽ അവരുടെ മുന്നിൽ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ആളുടെ മുഖം ഒന്നും കാണിക്കുന്നില്ല. അയാൾ ഉടനെ തന്നെ ഈ സ്ത്രീയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അവരുടെ കഴുത്തിലേക്ക് ഇറുക്കി പിടിക്കുകയാണ്. ആ സ്ത്രീക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ച് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അയാളാണെങ്കിൽ ആ സ്ത്രീയുടെ കഴുത്തിലേക്ക് കടിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീയും താഴേക്ക് വീഴാണ്. അങ്ങനെ ആ ഒരു കുഞ്ഞ് മാത്രം അവിടെ കിടന്ന് കരയുവാണ്. അയാളാണെങ്കിൽ പതുക്കെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരിക ആ കുഞ്ഞിനെ എടുക്കാൻ പോവുകയും ചെയ്യാണ്. ആ സമയമാണ് ഒരു പയ്യൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഇതവൻ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നമാണ്. ആ പയ്യൻ മറ്റാരുമല്ല, നമ്മുടെ ഈ സീരീസിൻ്റെ ഒരു ഹീറോ ആയിട്ടുള്ള ടോങ് ആണ്. ടോങ് ആണെങ്കിൽ ഈ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അവൻ്റെ ആ റൂമിൽ തന്നെ 4-5 പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പയ്യനായിട്ടുള്ള ടോങ്ക്ലയാണെങ്കിൽ ഇതുവരെയായിട്ട് ഉറക്കം എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുവാണ്. അങ്ങനെ ടോങ്ക്ലയെ ചെന്ന് ഇവ എഴുന്നേൽപ്പിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേക്ക്, ഇപ്പം തന്നെ ഒത്തിരി നേരമായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോങ്ക്ലയാണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്നാൽ കണ്ണും ഉറക്കുന്നില്ല. കണ്ണും ഉറക്കാതെ എഴുന്നേറ്റിരുന്നിട്ട് അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ തപ്പി അവൻ്റെ ലാപ്ടോപ്പ് ഓണാക്കുവാണ്. അതിൻ്റെ അകത്ത് അവനൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അതിലൊരു ബട്ടൺ പ്രസ് ചെയ്യുന്നതും ലാപ്ടോപ്പിൽ ഒരു DJ പാട്ട് അങ്ങോട്ട് പ്ലേ ആവുകയാണ്. ആ DJ പാട്ട് കേട്ടാണ് അവൻ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നത്. ആ സമയം അവിടെ ഇരുന്ന പിള്ളേരെല്ലാവരും ഈ പാട്ട് കേട്ട് അവരും ഡാൻസ് കളിക്കാൻ തുടങ്ങുവാണ്. എന്നാൽ ഈ പാട്ട് നിൽക്കുന്നതും ടോങ്ക വീണ്ടും കിടന്നങ്ങ് ഉറങ്ങുവാണ്. ആ ടൈമിന് ടോങ്ങാണെങ്കിൽ എടാ, നീ എന്നെക്കാളും മൂത്തതല്ലേ, നിനക്ക് നാണമില്ലേ ഇത്രയും നേരം കിടന്നുറങ്ങാൻ, എഴുന്നേറ്റ് വരാൻ പറയുന്നുണ്ട്. ടോങ്ല അപ്പോൾ ആരാണോ മൂത്തത് അയാളാണ് കൂടുതൽ നേരം കിടന്നുറങ്ങാറെന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ലാതെ ഉറങ്ങുന്നുണ്ട്. ആ സമയം ടോങ് ഇനി ഒരു വഴിയേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആ പിള്ളേരടുത്ത് എല്ലാവരുടെ അടുത്തും ആരാണോ ഇവനെ ആദ്യം എഴുന്നേൽപ്പിക്കുന്നത് അയാൾക്ക് ഇന്ന് ഞാൻ 2 മുട്ട കഴിക്കാൻ തരാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും അവിടെ നിൽക്കുന്ന 4 പിള്ളേരും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവൻ്റെ നെഞ്ചത്തോട്ട് കയറുവാണ്. അങ്ങനെ ടോങ്ല അടങ്ങി ആ മതി ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ടോങ്ങിൻ്റെ അടുത്ത്, അയ്യോ ടോങ്, ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഇന്നലെ രാത്രി ഞാനാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ടെൻഷനായിട്ട് പെട്ടെന്ന് തന്നെ ടോങ് ഒരു ഷർട്ടും എടുത്തിട്ടിട്ട് നേരെ അടുക്കളയിലോട്ട് ഓടുവാണ്. അങ്ങനെ ചെന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓൾറെഡി ഓഫാണ്. അവനപ്പോൾ മനസ്സിലായി തന്നെ ടോങ്ല പറ്റിച്ചാണെന്ന്. ഉടനെ തന്നെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് റൂം തുറന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പിള്ളേരും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കെയർ ടേക്കറായിട്ടുള്ള ലേഡിയും നമ്മുടെ ടോങ്ക്ലയും എല്ലാവരും നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുവാണ്. ആക്ച്വലി ഇവരോടത്തൊരു സർപ്രൈസ് ആയിരുന്നു. അന്ന് അവൻ്റെ മാത്രമല്ല അതേ സ്ഥലത്തുള്ള ഒരു കുഞ്ഞ് പയ്യനായിട്ടുള്ള അവൻ്റെയും ബർത്ത്ഡേ ആണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് കേക്കൊക്കെ വെച്ചിട്ട് 2 പേർക്ക് ഹാപ്പി ബർത്ത്ഡേ പാടുവാണ്. അങ്ങനെ 2 പേരും താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയുള്ള ആ ലേഡിയുടെ പേര് നുവൻ എന്നാണ്. നുവനപ്പോൾ ഇതൊരു ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല, ടോങ്ങിനും ടോങ്ക്ലയ്ക്കുമുള്ള ഒരു ഫെയർവെൽ പാർട്ടി കൂടെ ആണെന്ന് പറയാണ്. ആ സമയം അവിടെയുള്ള പിള്ളേരെല്ലാവരും ഇവരെ തന്നെ നോക്കുകയാണ്. ആക്ച്വലി ഇതൊരു ഓർഫണേജ് ആണ്. അപ്പോൾ ഈ ഒരു ഓർഫണേജ് നടത്തിയിട്ട് ആ പിള്ളേരെയും ഇവരെ എല്ലാവരും നോക്കുന്നത് നുവനാണ്. നുവനിപ്പോൾ ഇത് ടോങ്ങിനും ടോങ്ക്ലയ്ക്കുള്ളൊരു ഫെയർവെൽ പാർട്ടിയാണെന്ന് പറയുമ്പോൾ അവിടെയുള്ള പിള്ളേരെല്ലാവരും തന്നെ അവരെ നോക്കിയിട്ട് നിങ്ങളെന്താ പോവുകയാണോ, നിങ്ങൾ 2 പേരും ആരെങ്കിലും ദത്തെടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ അതൊന്നും അല്ല, ഞങ്ങൾ ബാങ്കോക്കിൽ പഠിക്കാൻ പോവാണെന്ന് പറയാണ്. ആ സമയം അവിടെ നിന്ന് ഒരു പയ്യൻ എനിക്കും വരണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാ പിള്ളേരും ഞങ്ങൾക്ക് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ടോങ്ങാണെങ്കിൽ ഓക്കെ നിങ്ങളെല്ലാവരും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങളെ ഞാൻ ബാങ്കോക്കിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിള്ളേർ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം ടോങ് നോക്കുമ്പോൾ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കായിരുന്നു അവന് ബർത്ത്ഡേ കേക്കായിട്ട് കൊണ്ടുവച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഹായ് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് കത്തി എടുക്കുവാണ്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നുവൻ അവനെ തടങ്ങിട്ട്, നീ എന്തിനാ കത്തി കയ്യിലെടുത്തത്, എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കൈ മുറിക്കരുത്, ബ്ലീഡ് ചെയ്യരുതെന്നൊക്കെ. ഈ പോക്കാണേ മിക്കവാറും നിന്നോടെ ബാങ്കോക്കിൽ ഞാനും വരുന്നേ നല്ലത്. നിന്റെ കൈ മുറിഞ്ഞ് ഒരിക്കലും ചോര വരാൻ പാടില്ല. ടോങ്ക്ല അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കൈ മുറിയാതെയും അവ ഒരിക്കലും ബ്ലീഡ് ചെയ്യാതെയും നീ വേണം നോക്കാനെന്ന് പറയുന്നുണ്ട്. എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു, ടോങ്ക്ലയ്ക്കും അറിയാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ടോങ്ങിൻ്റെ അടുത്ത് നീ ഒരിക്കലെങ്കിലും ന്യൂവൻ പറയുന്നതനുസരിച്ച് കത്തി മാറ്റി വയ്ക്കാനായിട്ട് പറയുന്നുണ്ട്.
അങ്ങനെ ടോങ്ങാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ ആ കത്തി മാറ്റി അങ്ങ് വയ്ക്കുകയാണ്. അതിനുശേഷം ന്യൂവനാണെങ്കിൽ പിള്ളേരുടെ അടുത്ത് ഓക്കെ ഇനി ആർക്കൊക്കെ കേക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങ് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഉള്ളതുപോലെ തോന്നിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല. പക്ഷേ അവിടെ സൈഡിൽ ഒരു ഗിറ്റാർ ഇരിക്കുന്ന കാണുന്നുണ്ട് പുതിയത്. അങ്ങനെ അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അത് സ്റ്റിക്കി നോട്ടിൽ ടോങ്ങിന് വേണ്ടിയിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോങ്ങാണെങ്കിൽ ആ ഗിഫ്റ്റ് കണ്ടിട്ട് ഹാപ്പി അകത്തേക്ക് കയറിയിട്ട് അത് ന്യൂവൻ വെച്ചതാണെന്ന് കരുതിയിട്ട് ന്യൂവൻ്റെ അടുത്ത് ഇത്രയും വലിയ ഒരു ഗിഫ്റ്റൊന്നും വേണ്ടായിരുന്നു, ഇത് എക്സ്പെൻസീവ് അല്ലേ, ഞാൻ എൻ്റെ പഴയ ഗിറ്റാർ തന്നെ ഉപയോഗിക്കുമായിരുന്നു, ഇത് ഇവിടുത്തെ പിള്ളേർ ഉപയോഗിച്ചോട്ടെ, എന്നാലും താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ആ സമയം ന്യൂവൻ ഗിഫ്റ്റോ ഇതേതാ ഗിഫ്റ്റ് എന്ന് ചോദിക്കുകയാണ്. ആ സമയം അല്ല എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളല്ലേ അത് അവിടെ വെച്ചിരുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ന്യൂവനാണെങ്കിൽ അല്ല ഞാനല്ല, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ടോങ്കളയപ്പോൾ ഓഹോ അപ്പോൾ നിങ്ങൾ ഇവന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് താൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അത് പിന്നെ എനിക്കൊരു ഡൊണേഷൻ വഴി കിട്ടിയ ഗിറ്റാറാണ്, അപ്പോൾ പിന്നെ അത് പിന്നെ നിനക്ക് ഞാൻ അങ്ങ് തരാമെന്ന് വിചാരിച്ച് തന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കോക്കിലോട്ട് പോകുമ്പം നന്നായിട്ട് സൂക്ഷിക്കണം, നിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു തുള്ളി ചോര പോലും പുറത്തേക്ക് പോകാതെ നീ നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ ഇത് സ്ഥിരം കേട്ട് മടുത്തിരിക്കുന്ന ഒരു കാര്യം പോലെ ഓക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. ടോങ്കളയുടെ അടുത്ത് വീണ്ടും ടോങ്ങിനെ നന്നായിട്ട് നോക്കിക്കോളാൻ പറയുമ്പോൾ ടോങ്ങാണെങ്കിൽ ആക്ച്വലി അവനെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കുരുത്തങ്കട്ട ചെക്കനാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വീണ്ടും ന്യൂവനാണെങ്കിൽ നിങ്ങൾ എന്ത് വേണോ കാണിച്ചോ, പക്ഷേ നിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് പോലും പുറത്തേക്ക് വരരുത് ടോങ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ടോങ് അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം ടോങ്ങും ന്യൂവനെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ആ പിള്ളേരും അപ്പോൾ എഴുന്നേറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടത്തോടെ ഹഗ് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ഇവർ ബാങ്കോക്കിലേക്ക് വരുവാണ്. എന്നിട്ട് ഇവർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റിലൊക്കെ വന്നിട്ട് റൂമൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ റൂമിലോട്ട് വന്നിട്ട് ഫുൾ അറേഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവരുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് ലോണ്ട്രിയൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടെ ഡ്രസ്സൊക്കെ കഴുകാനായിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് അവരുടെ ഒരു ടേബിളിലിരുന്ന് എന്തോ ഒരു സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ടോങ്കളയുടെ അടുത്ത് നമുക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പുറത്ത് കറങ്ങാൻ പോയാലോ എന്ന് നോക്കുന്നുണ്ട്. ആ സമയം ടോങ്കളയാണെങ്കിൽ പറ്റത്തില്ല, എനിക്കിന്ന് വർക്കുണ്ടെന്ന് പറയുമ്പോൾ ടോങ് എന്ത് വർക്കെന്ന് നോക്കിയാണ്. ടോങ്കളെ അപ്പോൾ പാർട്ട് ടൈം വർക്ക് എന്ന് പറയുമ്പോൾ ന്യൂവനല്ലേ പാർട്ട് ടൈം വർക്കിന് പോകണ്ടെന്ന് പറഞ്ഞത്, പിന്നെ നീ എന്തിനാ പാർട്ട് ടൈം വർക്കിന് പോകുന്നതെന്ന് ടോങ് ചോദിക്കുകയാണ്. ടോങ്കളെ അപ്പോൾ പാർട്ട് ടൈം വർക്കിന് നിൻ്റെ അടുത്ത് പോകണ്ടെന്നാണ് പറഞ്ഞത്, എൻ്റെ അടുത്തല്ല, ഞാൻ അതുകൊണ്ട് വർക്കിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ടോങ്ങാണെങ്കിൽ ഞാനും കൂടെ വർക്കിന് വന്നോട്ടെ എന്ന് നോക്കുമ്പോൾ ടോങ് നീ എന്താ എനിക്കും കൂടെ വഴക്ക് വാങ്ങിച്ചാൽ നിൽക്കുകയാണ്, ന്യൂവൻ പറഞ്ഞല്ലേ നിൻ്റെ അടുത്ത് കെയർ ചെയ്തിരിക്കണമെന്ന്, നീ പിന്നെ എന്തിനാ പുറത്തിറങ്ങാൻ നിൽക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ടോങ് അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ട, പ്ലീസ് ഞാനും വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ടോങ്ങളെ അപ്പം പറ്റത്തില്ല, മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ആ സമയം തന്നെ ടോങ്ങളൊക്കെ അവൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നതുകൊണ്ട് അവനാണെങ്കിൽ വർക്കിന് പോകാൻ ടൈമായി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ അവൻ തിരിച്ചു വന്നിട്ട് അയ്യോ പ്രശ്നമായല്ലോ, 2 പാർട്ട് ടൈം വർക്ക് ഉണ്ട്, എന്നാൽ 2ൻ്റെ ടൈം ഒരുമിച്ചായിപ്പോയി, കുഴപ്പമില്ല ഇതങ്ങ് ഞാൻ വിട്ടേക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവൻ ഏതാ വിടുന്നതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിൽക്കുന്നത്, അതിനേക്കാളും മറ്റേതിന് കുറച്ചുകൂടെ പൈസ കിട്ടും, അതിനങ്ങ് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ അപ്പോൾ നീ ആ വിട്ട ജോലിക്ക് ഞാൻ കയറട്ടെ എന്ന് നോക്കുന്നുണ്ട്. ടോങ്കളെ അപ്പോൾ മര്യാദയ്ക്ക് റൂമിൽ ഇരുന്ന് വേണം, പുറത്തെങ്ങാനും ഇറങ്ങി കഴിക്കാൻ, നിന്നെ നോക്കിക്കോ, മര്യാദയ്ക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് അതും വിരിച്ചിട്ടിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണം, പാർട്ട് ടൈം ജോബിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വിരിച്ചിടാനായിട്ട് ഇവർ റൂഫ് ടോപ്പിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോങ്കളയുടെ ഒരു ഷർട്ടിൽ നിന്ന് അവനെ ഒഴിവാക്കിയ ആ ഒരു ജോലി ആ ഹോട്ടലിൻ്റെ അതിൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അതിവനാണെങ്കിൽ ഇവൻ്റെ പോക്കറ്റിലേക്ക് എടുത്ത് ഇടുന്നുമുണ്ട്. അതിനുശേഷം ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടീഷർട്ട് കാണുന്നത്. അങ്ങനെ ടീഷർട്ട് കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് ഓർഫനേജിൽ അവൻ കുഞ്ഞിലെ തൊട്ടേ ഇവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ന്യൂവങ്ങാണെങ്കിൽ ഇവനെ എക്സ്ട്രാ കെയർ ചെയ്തതുകൊണ്ട് തന്നെ ഇവനെ കളിക്കാനോ ഒന്നും വിടത്തില്ല. മറ്റാര് കളിച്ചാലും ടോങ്ങിനെ മാത്രം കളിക്കാനോ അവൻ്റെ ബോഡിയിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് പോലും ബ്ലീഡ് ചെയ്യാനോ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോങ്ങാണെങ്കിൽ ന്യൂവൻ്റെ കൂടെ തുണിയൊക്കെ കഴുകിയിട്ട് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടോങ്ങളെയും എല്ലാ പിള്ളേരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഞാനും പോയി കളിച്ചോട്ടേ നോക്കുന്നുണ്ട്. എന്നാൽ ന്യൂവങ്ങാണെങ്കിൽ എപ്പോഴത്തെ പോലത്തെ പറ്റത്തില്ല എന്ന് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇവൻ ഓടിപ്പോയി ടോങ്ങളയുടെ അടുത്ത് ഞാൻ നിൻ്റെ അവിടെ കളിക്കട്ടെ എന്ന് നോക്കിയാണ്. ടോങ്കളെ അപ്പോൾ ടോങ്ങിനോട് പറ്റത്തില്ല, ന്യൂവൻ വഴക്ക് പറയും, നീ ആണെങ്കിൽ കളിക്കാൻ പാടില്ല, അത് ന്യൂവങ്ങല്ലേ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ ന്യൂവൻ തന്നെ എനിക്ക് കളിക്കാനായിട്ട് പെർമിഷൻ തന്നു എന്ന് പറയുന്നുണ്ട്. ടോങ്കളയാണെങ്കിൽ എങ്കിയൊക്കെ കളിച്ചോളാൻ പറയുന്നുണ്ട്. എന്നാൽ ന്യൂവനാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ടോങ്കളയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ടോങ്ങിനെ കളിപ്പിക്കില്ലെന്ന്, പിന്നെ നീ എന്തിനാണ് കളിപ്പിച്ചതെന്ന് വെച്ചപ്പോൾ ടോങ്കള അത് പിന്നെ ടോങ് പറഞ്ഞു നിങ്ങൾ പെർമിഷൻ തന്നു എന്ന്, അതുകൊണ്ടാണ് ഞാൻ അവനെ കളിക്കാൻ കൂട്ടിയെന്ന് പറയുമ്പോൾ ടോങ്ങാണെങ്കിൽ അത് പിന്നെ എനിക്കും കളിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ന്യൂവങ്ങ് ഡോക്ടർ പറഞ്ഞതിനൊക്കെ അറിയാമെന്നുള്ളതല്ലേ നിൻ്റെ
നിൻ്റെ ബോഡി വീക്കാണ്, നിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് വരുന്ന നിൽക്കത്തില്ല, അത്രയും ഗുരുതരമായിട്ടാണ് നീ ഇരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കളിക്കാൻ വിടാത്തത്, അതുകൊണ്ട് മര്യാദയ്ക്ക് വന്നിരിക്കാൻ പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ ഓക്കെ ഞാൻ കളിക്കത്തില്ല, പക്ഷേ ഞാൻ ബാക്കിയുള്ളവർ കളിക്കുന്നത് കണ്ടോട്ടിരുന്നോട്ടെ, സത്യമായിട്ടും കളിക്കാൻ ഇറങ്ങത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നുവങ് സമ്മതിക്കുന്നില്ല, അകത്തേക്ക് കയറിയിരിക്കുക, കാരണം ഒരുപാട് വെയിലുണ്ട്, ആ വെയിലടിച്ചിട്ട് നിൻ്റെ മൂക്കിൽ നിന്നെല്ലാം ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വീണ്ടും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഇപ്പോൾ ടോങ്ങാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്, നുവൻ ഇല്ലാത്ത സമയത്ത് ടോങ്ങാണെങ്കിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ഒരു വലിക്കൊക്കെ കയറുന്ന ഒരു സംഭവം കളിക്കാനുള്ള അതിലൊക്കെ കയറിയിട്ട് അവൻ വന്ന് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതേസമയം പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവനാണെങ്കിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് വേറെ ഏതോ റൂമിലുള്ള ഒരു വിരിച്ചിട്ടേക്കുന്ന തുണിയുടെ സ്റ്റാൻഡ് വന്ന് വീഴുവാണ്. എന്നാൽ ഇവനൊന്നും പറ്റുന്നില്ല, ഇവനാണെങ്കിൽ രക്ഷപ്പെടുന്നുണ്ട്. അതേസമയം മറ്റാരോ അടുത്തുള്ള ഒരു ഫീൽ അവന് തോന്നിയിട്ട് ആരാന്നുള്ള രീതിയിലും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോഴത്തേക്കും ആരും കാണുന്നില്ല, എന്നാൽ നമ്മളെ കാണിക്കുന്നുണ്ട് മറ്റാരോ അവനെ ഒരിടത്ത് നിന്ന് നിരീക്ഷിക്കുന്നതായിട്ട്. പിന്നീട് കാണിക്കുന്നത് ഇവൻ വെറുതെ ഇരിക്കുന്നില്ല, ആ കിട്ടിയ കാർഡ് വെച്ചിട്ട് ടോങ്കള ചെയ്യാനിരുന്ന ആ ഒരു ജോലിക്ക് അവൻ ചെല്ലുവാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റ് അല്ല, ഒരു ഇവൻ്റാണ്, ഇവൻറ്റിൽ വെയിറ്ററായിട്ട് നിന്ന് സെർവ് ചെയ്യണം, അതാണ് ജോലി. ടോങ്കള ഇതിനു മുമ്പ് ഈ വർക്കിന് മുമ്പ് വന്നിട്ടുണ്ട്, എന്നാൽ അതിനെപ്പറ്റി ഇവനങ്ങനെ കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് ഈ സ്ഥലം കാണുമ്പോൾ ഭയങ്കര ലക്ഷറിയസ് ആയതുകൊണ്ട് തന്നെ ഇവൻ നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ വന്നിട്ട് ഇവൻ്റെ ഇത് ഫോൺ മാറ്റി വെച്ചിട്ട്, ഇവിടുത്തെ റൂൾസൊന്നും നിനക്ക് അറിയത്തില്ലേ, റൂൾസ് നോക്കിയിട്ടല്ലേ നീ ഇതിന് ജോയിൻ ചെയ്യാനായിട്ട് സമ്മതിച്ചെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ സോറി, അത് പിന്നെ കോൺടാക്റ്റ് ഇൻഫോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ട് തന്നെ നിങ്ങളയച്ച മെസ്സേജ് ഒന്നും എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. ടോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പയ്യൻ്റെ പേര് ലിസ്റ്റിലില്ലാന്ന് മനസ്സിലായിട്ട് അവനെ കയറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ടോങ്ക്ലയുടെ പേരാണല്ലോ രജിസ്റ്റർ ചെയ്തത്, അതുകൊണ്ട് ഇവനാണെങ്കിൽ എൻ്റെ പേര് ടോങ്ക്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്. ആ സമയം അയാൾ ലിസ്റ്റിൽ നോക്കുമ്പോൾ ടോങ്ക്ലയുടെ പേരുണ്ട്. ആ സമയം ഓ നീയാണല്ലേ ആ പയ്യൻ, കഴിഞ്ഞ ഇവൻറ്റിന് വന്നോലേന്നും ഇപ്പം കാണിച്ചു വയ്ക്കരുത്, വലിയൊരു ഇവൻ്റാണ്, നീയാണെങ്കിൽ ഇനി ഒരിക്കലും വർക്കിൻ്റെ ഇടയിൽ ഡ്രിങ്ക് ചെയ്യരുത്, അതുപോലെ തന്നെ പെമ്പിള്ളേരെ ഫോൺ നമ്പർ ചോദിച്ചുകൊണ്ട് നടക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടോങ്ക്ല മുമ്പ് വന്ന് ഇവൻറ്റിൽ ചെയ്ത പണിയാണ്. ആ സമയം ഇവനാണെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വർക്ക് തുടങ്ങുന്നുണ്ട്. ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു മേക്കപ്പ് കമ്പനി, ആ കമ്പനിയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് പോലെയുള്ളൊരു ഇവൻ്റാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ഇതിൻ്റെ CEO വരുന്നുണ്ട്, ആളുടെ പേര് നഗാൻ എന്നാണ്. അപ്പോൾ അവനാണെങ്കിൽ ഒരു പെൺകൊച്ചിൻ്റെ കൂടെയൊക്കെയാണ് വരുന്നത്. അങ്ങനെ അവൻ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ടാണ് നിങ്ങൾ റിലീസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ 10 മില്യൺ ബോട്ടിൽസ് സെയിലായത്, അതൊരു വലിയ സക്സസ് അല്ലേ എന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ ഒരു ദിവസം കൊണ്ടല്ല, വെറും 4 മണിക്കൂർ കൊണ്ടാണ് 10 മില്യൺ ബോട്ടിൽസ് സെയിലായത്. ഇപ്പോൾ സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, പക്ഷേ പേടിക്കേണ്ട, ഉടനെ തന്നെ സ്റ്റോക്ക് വീണ്ടും ഫില്ലാവും, നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ്, ഇത് വളരെ വലിയൊരു സക്സസ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം പുറകിൽ നിന്നൊരു ബോഡി ഗാർഡ് നഗാൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിന്ന് ആ ഒരു റിപ്പോർട്ട് തന്നെ പിടിച്ച് ഉന്തുവാണ്. അങ്ങനെ അവർ വന്നിട്ട് കൺട്രോൾ കിട്ടാതെ ഇവൻ്റെ കയ്യിലുള്ള വാച്ചിലേക്കൊന്ന് ഇടിക്കുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ പേടിച്ചിട്ട് നഗാൻ്റെ അടുത്ത് സോറി 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 എന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഒരു വാച്ചൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം തന്നെ മറ്റ് റിപ്പോർട്ടേഴ്സ് ആ കൂടെ നിൽക്കുന്ന പെൺകുട്ടി നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പബ്ലിക്കാക്കാൻ പോവുകയാണെന്ന് വെച്ചപ്പോൾ അത് പബ്ലിക്കാക്കാൻ പോവുകയാണ്. അതായത് ഈ പെൺകുട്ടി മീന, അവളാണ് എൻ്റെ ഈ മേക്കപ്പ് പ്രോഡക്റ്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയാണ്. ഈ റിപ്പോർട്ടേഴ്സ് നോക്കിയിരുന്നത് ഈ ഒരു റിലേഷനിലാണെന്നുള്ള ന്യൂസ് അറിയാനാണ്, എന്നാൽ ഇവൻ പറഞ്ഞു കൊടുത്ത ന്യൂസ് ബ്രാൻഡ് അംബാസിഡർ ന്യൂസ് എന്നുള്ള കാര്യമാണ്. അതേസമയം തന്നെ ഇവനെ തട്ടിയ ആ ഒരു ന്യൂസ് റിപ്പോർട്ടർ പുറകിൽ നിന്ന് ആരാണ് തന്നെ ഉന്തിയെന്ന് നോക്കുന്നുണ്ട്, ഇവനെ തട്ടിയാൽ ഇപ്പോഴും പേടിച്ച് നിൽക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് എല്ലാ ആൾക്കാരും വന്ന ഗസ്റ്റും നഗാനും ഒക്കെ ആയിട്ട് ഡ്രിങ്ക്സും വൈനും ഒക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ടോങ് ആണെങ്കിൽ സെർവ് ചെയ്തൊക്കെ നടക്കുന്നുണ്ട്. ടോങ് ആണെങ്കിൽ പാർട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ട്, കാരണം ലക്ഷറിയസ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. ഇതിൻ്റെ ഇടയിൽ നേരത്തെ നഗാൻ്റെ വാച്ചിൽ കയറി ഇടിച്ച ആ ഒരു റിപ്പോർട്ടറിനെ അവരെ ഉന്തിയ അതേ ബോഡി ഗാർഡ് തന്നെ അവരുടെ വാ പൊത്തിയിട്ട് ആരും അറിയാതെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം നഗാൻ്റെ അടുത്ത് വന്നിട്ട് അവരെ ഞാൻ ഇവിടുന്ന് മാറ്റി എന്ന് പറയുന്നുണ്ട്. നഗാൻ അപ്പോൾ നല്ല കാര്യമാണെന്ന് പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ഡൗട്ട് തോന്നത്തില്ലേന്ന് വയ്ക്കുന്നുണ്ട്. ആ സമയം നഗാൻ ഒരു റിപ്പോർട്ടർ മിസ്സിങ് ആയതല്ലേ, നമ്മളെയൊന്നും അത്ര എളുപ്പത്തിൽ ഡൗട്ട് തോന്നിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ വീണ്ടും പാർട്ടി കണ്ടിന്യൂ ചെയ്യാണ്. ഇതേസമയം ഈ പാർട്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോങ്ങിനെ കണ്ടിട്ട് മറ്റൊരു വെയിറ്റർ, ഇവിടെ സെർവ് ചെയ്യേണ്ട ഡ്യൂട്ടി എനിക്കാണ്, നിനക്ക് അവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയാണ്, നീ അങ്ങോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ആ സ്വിമ്മിംഗ് പൂളും വലിയ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം അവൻ്റെ ട്രെയിലുണ്ടായിരുന്ന 2 ഗ്ലാസ് ബാക്കി ഉണ്ടായിരുന്ന വൈന് ഒരാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതേസമയം അവൻ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഒരു പയ്യൻ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ആ പയ്യനാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയമാണ് അവൻ്റെ മുഖം കാണുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ഇവൻ നോക്കിയിരിക്കുന്നുണ്ട്. ഈ പയ്യൻ മറ്റാരുമല്ല, നമ്മുടെ സീരീസിലെ അടുത്ത ഹീറോയാണ്, ആളുടെ പേര് മാർക്ക് എന്നാണ്.
മാർക്കിനെ കാണുമ്പോൾ ഇവനെന്തോ ഷോക്കായ രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഷോക്കാണോ അതോ മറ്റെന്തെങ്കിലും സംഭവം എന്നറിയത്തില്ല. എന്തായാലും ഇവനെ കാണുന്നതും ഇവനാണെങ്കിൽ ഒന്ന് നോക്കി നിന്നിട്ട് ടോങ്ങാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പോൾ പുറത്ത് തന്നെ ഒരു ബാർ പോലെയുണ്ട് വീണ്ടും ഡ്രിങ്ക്സ് എടുത്ത് സെർവ് ചെയ്യാനായിട്ട്. അങ്ങോട്ട് ചെന്ന് നിന്നിട്ട് ഇവനാണെങ്കിൽ മാർക്കിനെ തന്നെ നോക്കുന്നുണ്ട്. മാർക്ക് ആ സമയം സിമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ടവലൊക്കെ തന്നെ തലയൊക്കെ തുടച്ചിട്ട് അവിടെ ഒരു ചെയറിലങ്ങനെ ഇരിക്കുവാണ്. ആ സമയം ഇവൻ്റെ അടുത്തോട്ട് പോകാൻ ടോങ്ങിന് പേടിയുണ്ടെങ്കിലും മാർക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സുമായിട്ട് ടോങ് സാർ നിങ്ങളുടെ ഡ്രിങ്ക്സ് എന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മാർക്ക് ഇങ്ങനെ ടോങ്ങിനെ തിരിഞ്ഞു നോക്കുന്നതും അവനെ കാണുമ്പോൾ മാർക്കും നീയോ എന്നുള്ള രീതിയിൽ അവൻ അറിയാമെന്നുള്ളതുപോലെ ഒന്ന് നോക്കുവാണ്. അങ്ങനെ മാർക്കും എഴുന്നേറ്റ് നിന്നിട്ട് ഇവൻ്റെ അടുത്തേക്ക് ക്ലോസായി വരുന്നുണ്ട്. എന്നാൽ ടോങ് ഫസ്റ്റ് മാർക്കിനെ കണ്ടപ്പോൾ ഷോക്കായ രീതിയിൽ നിൽക്കുമായിരുന്നു. ഇപ്പോഴും അടുത്ത് നിൽക്കുമ്പോൾ വിറച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്ക് അടുത്തോട്ട് വരുമ്പോൾ ടോങ് ആണെങ്കിൽ ബാക്കിലോട്ട് പോവുകയാണ്. അങ്ങനെ മാർക്ക് പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ടോങ് ബാക്കിലോട്ട് പോയി വീഴാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഡ്രിങ്ക്സ് താഴെ വീഴാതെയും മാർക്ക് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോങ്ങും വീഴാതെ അവനെയും പിടിക്കുന്നുണ്ട്. ടോങ് അപ്പോൾ സോറി സാർ, ഞാൻ പോയിട്ട് വേറെ ഡ്രിങ്ക്സ് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. മാർക്ക് അപ്പോൾ എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ഒരു കാർഡും അവൻ്റെ കൈ കൊടുത്തിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. ആ കാർഡ് എന്താണെന്നൊന്നും കാണിക്കത്തില്ല, ഒരു ഗോൾഡ് കളറിലുള്ള സംഭവമെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മാർക്കാണെങ്കിൽ അവന് ഏത് ഡ്രിങ്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവത്തിൻ്റെ പേര് ബ്ലഡി മേരി എന്നാണ് സംഭവം. പക്ഷേ വേറെ ഒന്നുമല്ല, ടൊമാറ്റോ ജ്യൂസാണ്. ഭയങ്കര എടുപ്പുള്ള പേരൊക്കെ വെച്ചിട്ട് പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെ നേരെ ടോങ് ആണെങ്കിൽ ആ ഒരു ജ്യൂസ് എടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഈ ജ്യൂസ് കൊടുക്കുന്ന ആളെടുത്ത് ഈ സംഭവം പറഞ്ഞിട്ട് അത് വാങ്ങുന്നുണ്ട്. അതേസമയം മാർക്കിൻ്റെ റൂം പക്ഷേ തനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്ന ടൈമിന് അവിടെ എല്ലാവരെയും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന മെയിനായിട്ടുള്ള സ്റ്റാഫ് അയാൾ വന്നിട്ട് മാർക്ക് അവൻ്റെ റൂമാണെങ്കിൽ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേസമയമാണ് മാർക്കിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് ഇവൻ കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് നെയിം കാണുമ്പോൾ നല്ല പരിചയമുള്ള പേര്. അപ്പോൾ അവനാണെങ്കിൽ അപ്പോൾ ഇവർ മൂന്നുപേരും സിബ്ലിങ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ 3 പേര് ഉദ്ദേശിച്ച ആരാന്നറിയത്തില്ല. കണ്ടിട്ട് ഒരാൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നരൻ CEO ആ ഒരു മേക്കപ്പ് കമ്പനിയുടെ അവനാണെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് ഈ മാർക്കാണ്. പിന്നെ മൂന്നാമത്തെ ആളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, താര എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സെൻ്ററിൻ്റെ CEO. താരേനെയും മാർക്കിനെയാണ് പറയുന്നത്. മൂന്നാമത്തെ ആൾ നരനാണോ എന്ന് എൻ്റെ ഒരു ഊഹം മാത്രമാണ്, അത് നമുക്കറിയത്തില്ല ഇവിടെ. അപ്പോൾ അവർ മൂന്നുപേരും സിബ്ലിങ്സ് ആണോ എന്നായിരിക്കും മേ ബി ചോദിച്ചത്. അപ്പോൾ അയാളാണെങ്കിൽ ഈ സിബ്ലിങ്സ് അല്ല കസിൻസ് ആണെന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് ഡ്രിങ്ക്സ് കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വന്നേക്ക്, വേറെ സൈഡ് ജോബൊന്നും ചെയ്തുകൊണ്ട് നിൽക്കല്ലേ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവ ആലോചിക്കുമ്പോഴാണ് ഇയാൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഗസ്റ്റുമായിട്ട് മേ ബി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇൻറ്റിമേറ്റ് ആവുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് അവർ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആ വല്ല സംഭവത്തിലും ചെന്ന് കയറി കൊടുക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം ടോങ്ങാണെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല, ഞാൻ പോയി ഈ ഒരു ഡ്രിങ്ക് സെർവ് ചെയ്തിട്ട് ഇങ്ങ് തിരിച്ച് വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങിൻ്റെ അടുത്ത് അയാളാണെങ്കിൽ അല്ലേലും കണ്ടിട്ട് നിൻ്റെ ടൈപ്പാണ് അവനെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും കളിച്ചുകൊണ്ടിരിക്കുക അതേ കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. ഏകദേശം ടോങ്ങാണെങ്കിൽ മാർക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്രിങ്ക്സും കൊണ്ട് ആ റൂമിലേക്ക് വരുന്നുണ്ട്. നേരത്തെ മാർക്ക് അവൻ്റെ കൊടുത്തത് ആക്ച്വലി ആ റൂമിൻ്റെ കീ കാർഡ് അവന് ഒരു ആക്സസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് മാർക്കിനെ വിളിക്കുന്നുണ്ട്, സാർ നിങ്ങളുടെ ഡ്രിങ്ക് എന്നും പറഞ്ഞിട്ട്. റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കീ കാർഡ് ഉപയോഗിച്ച് ആ റൂമിൻ്റെ അകത്തേക്ക് കയറുവാണ്. കയറുന്ന സമയത്ത് കാണുന്നത് മാർക്ക് ഡ്രസ്സ് മാറ്റിക്കൊണ്ട് നിൽക്കുന്നതാണ്. അവനപ്പോൾ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മാർക്ക് ആ സമയം നീ എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അല്ല സാറല്ലേ ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീ എങ്ങനെയാണ് ഈ സ്ഥലത്തെത്തിയത്, നീ എന്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അത് പിന്നെ ഞാൻ ഇവിടെ പാർട്ട് ടൈമറായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മാർക്ക് ആ സമയം നീ ഇവിടെ വർക്ക് ചെയ്യാൻ പാടില്ല, ഈ സ്ഥലം ഭയങ്കര അല്ലെങ്കിൽ വേണ്ട അതൊക്കെ വിട്ടേക്ക്, നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, ഇനി ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരരുത്, പ്രത്യേകിച്ച് ഈ ഒരു ഇവൻറ്റിലേക്ക്, ഈ സ്ഥലം ഭയങ്കര അപകടമാണ് ടോങ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ടോങ് ശ്രദ്ധിക്കുന്നത് അവൻ്റെ പേര് അവനിവിടെ ടോങ്ക്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതാ നോക്കിയപ്പോൾ ഇവനെ ടോങ് എന്ന് വിളിക്കുന്നു. തൻ്റെ പേര് എങ്ങനെ മാർക്കിനെ അറിയാമെന്ന് ഒരിത് അവന് തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ മാർക്കിൻ്റെ അടുത്ത് എൻ്റെ പേര് ടോങ് എന്നല്ല ടോങ്ക്ല എന്നാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് അവിടെ എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ ഇവന് വേണ്ടിയിട്ട് കുടിക്കാൻ അവിടെ ടേബിളിൽ വെച്ച ഡ്രിങ്ക്സ് ഇവൻ്റെ കൈ തട്ടി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്ലാസ് എല്ലാം പൊട്ടുമ്പോൾ ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുപ്പിച്ചിലെല്ലാം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. മാർക്കപ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവൻ കേൾക്കാതെ കുപ്പിച്ചിലെടുക്കുമ്പോൾ ഇവൻ്റെ കൈ മുറിയുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് ഒരിക്കലും ബ്ലീഡ് ചെയ്യരുത് എന്നാണ് ന്യൂവൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആ ബ്ലീഡ് ചെയ്തിരിക്കുകയാണ്. അവൻ്റെ ആ ഒരു മുറിക്കൻ വിരലിൽ നിന്ന് 1-2 ഡ്രോപ്പ് ബ്ലഡ് വന്നിരിപ്പുണ്ട്. ആ സമയം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു ബ്ലഡിൻ്റെ സ്മെല്ല് കാരണം മാർക്കിൻ്റെ ആ ഒരു ഫേസും ഒക്കെ കറക്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അവൻ്റെ മുഖമെല്ലാം ഒരു വാമ്പയറിൻ്റെ പോലെ, അതായത് കണ്ണും പല്ലും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അതേസമയം ആ ഒരു ഇവൻറ്റിൽ
കാണിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ആ ഒരു നഗാൻ്റെ മേക്കപ്പ് കമ്പനിയിലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള മീന അവളൊഴിച്ച് ബാക്കി നഗാനും അവിടെ നിൽക്കുന്ന എല്ലാവരും ഈ ഒരു ബ്ലഡ് അവൻ്റെ കയ്യിൽ വന്നതും അതിൻ്റെ സ്മെല്ല് കാരണം അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും തന്നെ വാമ്പയേഴ്സാണ്. അപ്പോൾ ആ ഒരു ബ്ലഡിൻ്റെ സ്മെല്ല് വരുമ്പോഴത്തേക്കും അത് എവിടെന്നാ അവരന്വേഷിച്ച് നടന്ന ആ ഒരു ബ്ലഡ് ഇവിടെ ഉണ്ട് എന്നൊരു ഫീൽ അവർക്ക് വന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. നഗാനങ്ങനെ ആ ഒരു സ്മെല്ല് വരുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും മീനയ്ക്ക് ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം അവളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നഗാനെ തടങ്ങിയിട്ട് അല്ല എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ നിൽക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം നഗാനാണെങ്കിൽ അവളെ നോക്കിയിട്ട് എന്തോ ഒരു പവർ കാണിച്ചിട്ട് അവളുടെ മൈൻഡ് മാറ്റിയ ശേഷം അവളുടെ അടുത്ത് എന്നെ ഇനി മേലെ തടയാൻ വന്നേക്കരുതെന്നും പറഞ്ഞിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് അവൻ നടന്നു പോകുന്നുണ്ട്. ആ സമയം അവളുടെ നിന്ന് ബാക്കി വാമ്പേഴ്സ് എല്ലാം ആ ബ്ലഡിൻ്റെ സ്മെല്ല് വന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്നതല്ലാതെ അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ പകരം ഇവനാണ് നടന്നു വരുന്നത്. അതേസമയം മാർക്കിനെ കാണിക്കുമ്പോൾ മാർക്കിപ്പോൾ ടോങ്ങിൻ്റെ കയ്യിലുള്ള ബ്ലഡ് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ഫീച്ചർ മൊത്തം വാമ്പയറിൻ്റെ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനാണെങ്കിൽ ആ ഒരു ബ്ലഡ് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ റിയാക്ഷൻ വരാൻ തുടങ്ങുകയാണ്. ടോങ്ങിനാണെങ്കിൽ പേടിയാവുന്നുണ്ട്, എന്താ സംഭവിക്കുന്നില്ല. അതേസമയം എന്തൊക്കെയോ ബോഡി സംഭവിച്ചിട്ട് പെട്ടെന്ന് തന്നെ മാർക്കിന് അനങ്ങാൻ പറ്റുന്നില്ല. അവൻ ബെഡിലേക്ക് വീഴുവാണ്. എന്നാൽ അവൻ്റെ ബോഡിക്ക് എന്തോ പവർ കിട്ടിയ പോലെ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ടോങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ബ്ലഡ് ഒരിക്കൽ ടേസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടോങ്ങിൻ്റെ കഴുത്തിലേക്ക് അവൻ കടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഒന്ന് കൺട്രോളാക്കി നിർത്തുകയാണ്. എന്നിട്ട് വീണ്ടും കൺട്രോൾ പോകുന്നുണ്ട്. അവൻ ടോങ്ങിനെ പിടിച്ച് ബെഡിലേക്ക് ഇടാണ്. ആ സമയം എല്ലാം ടോങ്ങാണെങ്കിൽ എന്നെ വിടന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ പവർ കൂടുതലായിട്ട് തന്നെ ടോങ്ങിന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയം ഇവനെ കടിക്കാനായിട്ട് വരുമ്പോഴാണ് ടോങ്ങിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല മാർക്ക് കാണുന്നത്. അത് കണ്ട സ്പോട്ടിൽ തന്നെ മാർക്ക് എഴുന്നേറ്റ് മാറുവാണ്. ഇതേസമയം നഗാനെ കാണിക്കുമ്പോൾ നഗാനാണെങ്കിൽ ഈ ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ അത് റൂമിലേക്ക് തട്ടുന്നുണ്ട്. മാർക്കിന് മനസ്സിലാവുന്നുണ്ട് ആരാണ് എത്തിയതെന്ന്. അതേസമയം തന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വന്നതെന്ന് കരുതിയിട്ട് ടോങ്ങാണെങ്കിൽ ഹെൽപ്പ് എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ മാർക്ക് വന്നിട്ട് പെട്ടെന്ന് അവൻ്റെ വാ അങ്ങ് പൊത്തുവാണ്. എന്നിട്ട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ടോങ് കേൾക്കുന്നില്ല. അവൻ വീണ്ടും ഒന്നുകൂടെ വിളിക്കുന്നുണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. അതേസമയം നഗാനാണെങ്കിൽ ഡോറിൽ തട്ടിയിട്ട് അവനാണെങ്കിൽ വലിയ റെസ്പോൺസ് കേൾക്കുന്നില്ല. കാരണം ഈ ഹെൽപ്പ് എന്ന് വിളിക്കുമ്പോഴേ മാർക്ക് അവൻ്റെ വാ പൊത്തുന്നുണ്ട്. അതുകൊണ്ട് നഗാൻ നേരെ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള കീ കാർഡ് ഈ റൂമിൻ്റെ ഒന്നുണ്ടായിരുന്നു. അതുപയോഗിച്ച് ഡോറിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുവാണ്. ആ സമയം പെട്ടെന്ന് തന്നെ മാർക്ക് ഒരു ടൈ എടുത്തിട്ട് ടോങ്ങിൻ്റെ കണ്ണ് മൂടി അങ്ങ് കെട്ടുന്നുണ്ട്. എന്നിട്ട് ടോങ്ങിനെയും കൊണ്ട് നേരെ ആ ഒരു ജനൽ ബാൽക്കണി ആ ഒരു ഏരിയയിലോട്ട് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ടോങ്ങിനെയും ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് ആ ജനൽ പൊട്ടിച്ച് താഴേക്ക് ചാടുകയാണ്. മാർക്ക് ടോങ്ങിനൊന്നും പറ്റാതെ തന്നെ സേഫായിട്ട് താഴെ എത്തിക്കുന്നുണ്ട്. ഇവർ കറക്റ്റ് വന്ന് വീഴുന്നത് ഒരു കാറിൻ്റെ അകത്തേക്കാണ്. അത് ആക്ച്വലി മാർക്കിൻ്റെ കാറ് തന്നെയായിരുന്നു. അങ്ങനെ ആ കാറിൻ്റെ അകത്ത് എത്തുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ ടോങ്ങിനെ അങ്ങ് വിട്ടിട്ട് ആ ഒരു ഡോറ് തുറന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയം ടോങ്ങും അവൻ്റെ ആ കണ്ണിൽ കെട്ടഴിച്ചിട്ട് ചുറ്റും നോക്കുകയാണ് എന്താ സംഭവമെന്ന്. ആ സമയം തന്നെ ടോങ്ങിൻ്റെ അടുത്തും ആ ഒരു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ഇരിക്കാനായിട്ട് മാർക്ക് പറയാണ്. ഇതേസമയം നഗാനാണെങ്കിൽ ഡോറ് തുറന്ന് അകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. അവനാണെങ്കിൽ ആ താഴെ വീണ് നടക്കുന്ന ജ്യൂസിൻ്റെ അതൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്, ബ്ലഡിൻ്റെ സ്മെല്ലുണ്ടോയെന്ന് അറിയാൻ. എന്നാൽ ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയം. അതിനുശേഷം ഇവരെ വീണ്ടും കാണിക്കുമ്പോൾ ടോങ്ങാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, എന്താ ഇപ്പോൾ ഈ നടന്നത്, എന്തൊക്കെ ഈ കാര്യങ്ങൾ, പിന്നെ സാർ എൻ്റെ ഈ കൈ മുറിഞ്ഞിരിക്കുക, എനിക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പ്രശ്നമാകും, നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എൻ്റെ അതായത് നിന്ന് ബ്ലഡ് ഒരിക്കൽ വന്നു കഴിക്കാം, എൻ്റെ ബ്ലഡ് മൊത്തം പുറത്തേക്ക് വന്ന് കളയും, എനിക്ക് അവന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് നിനക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങ ഇത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിഞ്ഞുകൊള്ളാത്തതുകൊണ്ട് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഉള്ള കുഴപ്പം, ഞാൻ ഒരിക്കലും ബ്ലീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് നിനക്ക് അതല്ല കുഴപ്പം, നിനക്ക് മറ്റൊരു പ്രശ്നമാണുള്ളത്, അത് അതിനേക്കാളും മോശമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് നിങ്ങൾക്ക് എങ്ങനെ എന്നെക്കുറിച്ച് അറിയാമെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. മാർക്കപ്പോൾ അതിന് മറുപടി എടുക്കാതെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ട് ആ കാറും എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തി കഴിയുമ്പോൾ മാർക്കാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. ടോങ് അങ്ങനെ ഇറങ്ങിയിട്ട് ഇത് ഏതാ സ്ഥലം നോക്കിയപ്പോഴത്തേക്കും മാർക്ക് നിനക്ക് സത്യങ്ങൾ അറിയണ്ടേ, എന്നെ ഫോളോ ചെയ്ത് വാന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണിന്ന് മടിച്ചിരിക്കുന്നുണ്ടെങ്കിലും പുറകെ പോകുന്നുണ്ട്. അത് ആക്ച്വലി ഒരു മാർക്കറ്റായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ കടയൊക്കെ വെച്ചിട്ട് ഓരോ ആൾക്കാർ ഇരിപ്പുണ്ട്. അങ്ങനെ അവരത് നടന്നു പോകുന്ന സമയത്ത് സൈഡിൽ കൂടി ഒരു വഴിയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മാർക്കിൻ്റെ അടുത്ത് രക്ഷപ്പെടാനായിട്ട് ടോങ് മാർക്കിൻ്റെ കൺമുമ്പിൽ കൂടെ തന്നെ ആ വഴി അങ്ങ് ഓടിപ്പോവുകയാണ്. എന്നാൽ ഇങ്ങനെ ഓടി എത്തുമ്പോൾ ഒരു ഇറച്ചി കടയുടെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അവിടെ ആ ഒരു അതിൻ്റെയൊക്കെ വേസ്റ്റ് ഇട്ടേക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്നിട്ട് ഒരു പയ്യൻ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ടോങ് അത് ആദ്യം കാണുന്നുണ്ടായിരുന്നില്ല. ടോങ് ഓടിപ്പോയപ്പം അവൻ്റെ കാല് ആ പയ്യൻ്റെ ദേഹത്ത് തട്ടിയപ്പോഴാണ് അങ്ങനെ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്ന കാണുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അയ്യോ സോറി സോറി, അല്ല എന്ത് പറ്റി, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ആ കടയുടെ ഓണർ വന്നിട്ട് എടാ നിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടുത്ത് വന്നിരിക്കരുതെന്ന്, എഴുന്നേറ്റ് മാറടാന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ്റെ ഡ്രസ്സിൽ പിടിച്ച് അവൻ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ പയ്യനൊരു വാമ്പയറായി മാറി തോന്നുന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ കഴുത്തിൽ കടിച്ചിട്ട് ചോര കുടിക്കുന്നുണ്ട്. ടോങ്ങിൻ്റെ മുന്നിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ടോങ് വല്ലാണ്ട് പേടിക്കുകയാണ്. അടുത്ത ആ പയ്യൻ ടോങ്ങിൻ്റെ അടുത്തേക്ക് വരാണ്ട് ടോങ് ഓടുന്നുണ്ട്. ആ സമയം കറക്റ്റ് മാർക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ പയ്യനെ പിടിച്ച് മാറ്റിയ ശേഷം അവൻ്റെ അടുത്ത് നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടോ ആ പയ്യനത് അനുസരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ നാം പോയിക്കളയുവാണ്. അതിനുശേഷം ടോങ് ആണെങ്കിൽ ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ മാർക്ക് ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എൻ്റെ കൂടെ വരാൻ പറയുന്നുണ്ട്. ടോങ്ങും ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ മാർക്ക് വാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് മാർക്ക് ഉടനെ തന്നെ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ എത്തുന്നത് ഒരു കഫേയുടെ ഫ്രണ്ടാണ്. ആ സമയം കഫേയുടെ ഓണറായിട്ടുള്ള വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി പുറത്തേക്ക് വന്നിട്ട് അകത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ടോങ്ങാണെങ്കിൽ ഇത് ഏതാ സ്ഥലം, എന്നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാനപ്പോൾ ഇവിടെ ഫുള്ള് സേഫാണ്, ഞാനാണെങ്കിൽ ഇതിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം, നീ അകത്തേക്ക് വാ, നീ അകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് സ്നാക്സ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൊച്ചു പിള്ളേരെ വിളിക്കുമ്പോൾ ടോങ്ങിനെ വിളിക്കുന്നുണ്ടിട്ട് മാർക്കാണെങ്കിൽ എന്തിനാ ഇവനെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചപ്പോൾ വാനാണെങ്കിൽ എനിക്ക് ഫോഴ്സ് ചെയ്ത് അവനകത്തേക്ക് കയറ്റാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. അതേസമയം മാർക്കിൻ്റെ അടുത്ത് നീ വരാൻ എന്താ ലേറ്റേന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അതൊക്കെ ഒന്ന് നേരെയാക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ലേഡി വീണ്ടും ടോങ്ങിൻ്റെ അടുത്ത് അകത്തേക്ക് കയറാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ് എനിക്ക് തിരിച്ചെൻ്റെ റൂമിൽ പോകണം എന്ന് പറയുമ്പോൾ മാർക്കാണെങ്കിൽ മിക്കവാറും ഈ സമയത്ത് അവരെല്ലാവരും ഇവനെ അന്വേഷിച്ച് നടക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഉദ്ദേശിച്ചത് വാമ്പയേഴ്സിനെ ആയിരിക്കും. അതേസമയം ടോങ്ങിനാണെങ്കിൽ പേടി വന്നിട്ട് അവരോ ആര് എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നീട് ടോങ്ങാണെങ്കിൽ പേടിയാണെങ്കിലും അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും അകത്തേക്ക് കയറുന്ന ടൈമിന് ടോങ്ങാണെങ്കിൽ അവിടെ 4 ബട്ടർഫ്ലൈസ് സംഭവം ഇരിപ്പുണ്ട്. അതിന് റിയൽ ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് തോന്നുന്നില്ല. എന്നാൽ ടോങ് അത് ഓപ്പൺ ചെയ്യുന്ന ടൈമിന് അതിൽ നിന്ന് ഒരെണ്ണം പറന്നു പോകുന്നുണ്ട്. സോ മേ ബി അതെന്തെങ്കിലും മാജിക്കോ സംഭവം എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ ആ തുറന്ന് വിടുമ്പോഴത്തേക്കും നമ്മുടെ ടോങ് ആണെങ്കിൽ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം വാനാണെങ്കിൽ ഓക്കെ മാർക്കിന് വേണ്ടിയിട്ട് കുടിക്കാൻ ചായയും ടോങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സ്നാക്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാൻ അവിടെ നിന്ന് പോവാണ്. ആ സമയം ടോങ് ഇതിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നിങ്ങൾക്കൊക്കെ എങ്ങനെ എൻ്റെ പേരറിയാമെന്നുള്ള, പിന്നെ മാർക്കല്ല ആ പയ്യൻ എന്താ അങ്ങനെ ഒരുമാതിരി അയാൾക്ക് അടിക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ നിനക്ക് അതൊന്നും അല്ല അറിയേണ്ടത്, ഞങ്ങൾ ആരാന്നല്ലേ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ നിങ്ങൾ മാർക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ആരാന്നല്ല നീ ചോദിക്കേണ്ടത്, ഞാൻ എന്ത് തരത്തിലുള്ളൊരു ക്രിയേച്ചറാണെന്നാണ് നീ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാർക്ക് തന്നെ അവൻ്റെ അടുത്ത് നീയൊന്ന് ഗസ് ചെയ്താൽ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഞങ്ങളൊക്കെ ആണെങ്കിൽ മനുഷ്യരല്ല, പക്ഷേ മരണമില്ലാത്ത കുറച്ച് ക്രിയേച്ചേഴ്സാണ്, ഞങ്ങൾ മനുഷ്യൻ്റെ ചോരയാണ് കുടിക്കുന്നത്, ഞങ്ങൾക്ക് പലതരത്തിലുള്ള ശക്തിയും പലർക്കും പല കഴിവുകളുമാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കിനി ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ടോങ് പെടുത്ത് ഷോക്കായിട്ട് നിങ്ങൾ വാമ്പയറാണല്ലേ, നിങ്ങൾ എൻ്റെയും ചോര കുടിക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ മാർക്കാണെങ്കിൽ ടോങ്ങിനെ നോക്കിയിട്ട് നിൻ്റെ ബ്ലഡിനെ ഞങ്ങളെല്ലാവരും ഗോൾഡൻ ബ്ലഡ് എന്നാണ് പറയുന്നത്, കാരണം നിൻ്റെ ബ്ലഡ് റെയറും പവർഫുള്ളും ഭയങ്കര വിലപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ്, അതെല്ലാം ഞങ്ങൾക്ക് വാമ്പേഴ്സിന് വേണ്ടതാണ്, അതുകൊണ്ടാണ് നീ ജനിക്കുമ്പോഴേ ഞങ്ങളെല്ലാവരും പറഞ്ഞുണ്ടാക്കി എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നത്. അതായത് നിനക്കൊരു അസുഖമുണ്ട്, നീയാണെങ്കിൽ ഒരു തുള്ളി ബ്ലഡ് നിൻ്റെ ബോഡിയിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നീ ഫുള്ള് ബ്ലീഡായിട്ട് നിൻ്റെ ബ്ലഡ് മൊത്തം നഷ്ടപ്പെടുമെന്ന്. എന്നാൽ അതൊരു കള്ളം മാത്രമാണ്, നിൻ്റെ ഒരു ബ്ലഡ് ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ ഇന്ന് സംഭവിച്ച പോലെ സംഭവിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനും. അത് കേൾക്കുമ്പോൾ ടോങ് അപ്പോൾ ഇത്രയും വർഷം എൻ്റെ അടുത്ത് പറഞ്ഞേ കള്ളമാണെന്ന് വെച്ചപ്പോൾ മാർക്കാണെങ്കിൽ ഇപ്പോൾ പറയുന്നതെല്ലാം സത്യമെന്ന് പറയുന്നുണ്ട്. അതേസമയം ടോങ് ആണെങ്കിൽ അപ്പോൾ എൻ്റെ ചോര എല്ലാവരും കുടിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു വാമ്പയറായി മാറുമെന്ന് വയ്ക്കുമ്പോൾ മാർക്ക് അവൻ്റെ അടുത്ത് ക്ലോസായി വന്ന് നിന്നിട്ട് ഇല്ല, നിൻ്റെ ബ്ലഡ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ പോലും ഇരിക്കത്തില്ല, കാരണം നിൻ്റെ ഈ ഒരു ബ്ലഡ് അത് ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ബോഡിയിലുള്ള മൊത്തം ബ്ലഡും കുടിക്കാതെ ഒരു വാമ്പയേഴ്സും അടങ്ങത്തില്ല, നിൻ്റെ ബ്ലഡിൻ്റെ ഒരു തുള്ളി കുടിച്ചപ്പോഴേ എന്നിൽ ഇത്രയും ഒരു എഫക്റ്റ് ഉണ്ടായി, അപ്പോൾ പിന്നെ മൊത്തം കുടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങിന് പേടിയാവാണ് മാർക്ക് ഇപ്പോൾ തന്നെ അവിടെ ചെന്തെങ്കിലും ചെയ്യുമെന്ന്. അങ്ങനെ പേടിച്ചിട്ട് മാറിപ്പോകാൻ നിൽക്കുമ്പോൾ മാർക്ക് അവനെ തടഞ്ഞിട്ട് പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഇത്രയും വർഷം ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു, ഇനിയും ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ഒരു കാര്യം കാണിക്കുന്നത്, നമ്മൾ നേരത്തെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, അവൻ കുഞ്ഞായിരുന്ന പൊന്നുവും കാണാതെ അവനാണെങ്കിൽ കളിക്കാൻ ഇറങ്ങുന്നതും ആ സംഭവത്തിൽ കളിക്കുമ്പോൾ വന്ന് വീഴുന്നതും, ആ വീഴുന്ന ടൈമിനെല്ലാം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവിടെ മാർക്ക് നിൽപ്പുണ്ടായിരുന്നു, എന്നാൽ ഇൻവിസിബിളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈമിന് അവിടെയാണെങ്കിൽ ഒരു മാല തറയിലേക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവ ഇങ്ങനെ വന്ന് വീഴുന്ന ടൈമിന് ടോങ് നോക്കുമ്പോൾ താഴെ ഒരു മാല കിടക്കുന്നു, ആ മാല അവ എടുത്തിടുന്നുമുണ്ട്. ആ ഒരു മാലയാണ് ഇപ്പോഴും അവൻ്റെ
കഴുത്തി കിടക്കുന്നതും നേരത്തെ റൂമിൽ വെച്ചിട്ട് അവൻ്റെ ബ്ലഡ് ഒരു തുള്ളി കുടിച്ചതുകൊണ്ട് തന്നെ വീണ്ടും അവനെ ബെഡിലേക്ക് ഇട്ടിട്ട് ബ്ലഡ് കുടിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഈ മാല അടക്കുന്ന കാണുമ്പോഴാണല്ലോ മാർക്ക് ബ്ലഡ് കുടിക്കാതെ എഴുന്നേറ്റ് മാറുന്നത്. കാരണം ആ ഒരു മാല കാണുമ്പോൾ മാർക്ക് അവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് താനാണെങ്കിൽ ടോങ്ങിനെ മറ്റ് വാമ്പേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണെന്ന്. അതുകൊണ്ടാണ് അവൻ ആ സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയത്. ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ തൊട്ടേ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നതും ഞാനാണെന്നും പറയുന്നുണ്ട്. ആ സമയമാണ് ടോങ്ങിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അതേസമയം മാർക്കാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്ക്, നിനക്കൊന്നും സംഭവിക്കത്തില്ല, മറ്റ് വാമ്പേഴ്സിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കും, എപ്പോഴും ചെയ്തിരുന്ന പോലെ തന്നെ, അതുകൊണ്ട് എന്നെ ഒന്ന് വിശ്വസിക്കാനായിട്ട് പറയുവാണ്. ആ സമയം ടോങ്ങിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു വിശ്വാസമായി വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം, കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇടുന്നവരെ ബൈ.